കണ്ണപ്പ ഒരു ഹിന്ദു മിത്തോളജിക്കൽ സിനിമയാണ്. ഈ കണ്ണപ്പ എന്ന പേര് കിട്ടുന്നതിന് മുമ്പ് തിന്ന എന്നുള്ള ഒരു വേട്ടയാടി ജീവിക്കുന്ന കുലത്തിൽ ജനിക്കുകയും അങ്ങനെ ഉള്ള ഒരാൾ വളരെ ജ്ഞാനി എന്ന് വിശ്വസിക്കുന്ന സവർണൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മുമ്പിൽ താനാണ് യഥാർത്ഥ ശിവഭക്തൻ എന്ന് തെളിയിച്ച അപാരമായ ത്യാഗത്തിൻ്റെ കഥയാണ് കണ്ണപ്പ പറയുന്നത്. ഭക്തി സിനിമകൾ നൽകുന്ന ഒരു മെലോഡ്രാമയുണ്ട്. ആ മെലോഡ്രാമ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ് കണ്ണപ്പ. അല്ലാത്തവർക്ക് ഈ സിനിമയിൽ വരുന്ന മലയാളം ഡബ്ബിങ് പലപ്പോഴും മോശമാണ്. കണ്ണപ്പയും ശിവനും തമ്മിലുള്ള ബന്ധം അതിനകത്തേക്ക് ലീഡ് ചെയ്യുന്ന സീനുകൾ എന്ന് പറയുന്നത് ക്ലൈമാക്സ് പോർഷനിൽ മാത്രമാണ്. അതുവരെയുള്ള സമയം മറ്റു പല കാര്യങ്ങൾ കണ്ണപ്പയുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്യുന്നത്. നായികയെ കാണുന്നത്, പ്രണയം, ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം തെറ്റിദ്ധരിക്കുന്നത്, അച്ഛനായി തെറ്റിപ്പിരിയുന്നത് തുടങ്ങിയ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ കണ്ണപ്പയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സീനുകളൊന്നും അത്ര കൺവിൻസിംഗ് ആയിട്ടല്ല സ്ക്രീനിൽ വരുന്നത്. അതിലെ ആക്ഷൻ അല്ലെങ്കിൽ ഡ്രാമ അല്ലെങ്കിൽ ഇമോഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു അമേച്ചർ ലെവലിലാണ്. അതിലെ ഡ്രാമ തീരെ വർക്കാവുന്നില്ല. ആക്ഷൻ സീനുകളാണെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെയില്ല. അതിലെ ഇമോഷൻ ആണെങ്കിൽ കണക്റ്റ് ആവുന്നില്ല. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഈ പോർഷനുകളിലുണ്ട്. അങ്ങനെ നീങ്ങുന്ന സിനിമയിലാണ് ഒരു 5 മിനിറ്റ് ക്യാമിയോ റോളിന് വേണ്ടി ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇതുപോലുള്ള പരിപാടികൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഓണം പ്രമാണിച്ചുള്ള പരിപാടികളിലൊക്കെ ഓണം പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതുകൊണ്ട് നമ്മൾ ഇതും അതിജീവിക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും. അതുപോലുള്ള റോളാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 5 മിനിറ്റിൽ താഴെയാണ് മോഹൻലാലിൻ്റെ റോളുള്ളൂ. പിന്നെ രണ്ടാം പകുതിയും ഇങ്ങനെയൊക്കെ തന്നെ അമിതമായിട്ടുള്ള മെലോഡ്രാമയിലൂടെ ഇങ്ങനെ നീങ്ങുന്ന ഒരു കഥ. അങ്ങനെയാണ് പ്രഭാസിൻ്റെ റോൾ വരുന്നത്. അപ്പം ഈ സിനിമയിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അതിനെ സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രഭാസിൻ്റെ റോള് പിന്നെയും മെച്ചമെന്ന് പറയാം. ഈ സിനിമയുടെ പ്രീ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത് ഒരു അവിശ്വാസി എങ്ങനെ വിശ്വാസിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസിയായി മാറുന്ന സീനുകൾ ഒട്ടും കൺവിൻസിങ് അല്ല എന്ന് ഒരു ഭക്തി സിനിമയിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് ക്ലൈമാക്സ് എത്തുന്നു. ക്ലൈമാക്സ് എത്തുമ്പോൾ ഇതിനകത്ത് തിന്ന എന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗം കാണിക്കുന്ന സീനുകളുണ്ട്. ഈ അൾട്ടിമേറ്റ് ആയിട്ട് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ത്യാഗം ഇതെല്ലാം സ്റ്റേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിധം, പിന്നീട് അതിനകത്ത് വരുന്ന ഡയലോഗ്സ്, അതിലെ ആക്ടിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ അതായത് തിന്ന എന്നുള്ള ആളും ശിവനും തമ്മിലുള്ള ഭക്തിയുടെ കാര്യമാണ്. ആ ഭക്തിയുടെ കാര്യം ക്ലൈമാക്സ് പോർഷനിൽ വരുന്നത് ഒട്ടും എഫക്റ്റീവ് ആവാത്തതുകൊണ്ട് തന്നെ ഈ കണ്ണപ്പ എന്ന സിനിമയുടെ സോൾ, ആത്മാവാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സീനുകളെല്ലാം ഒരു ക്രിഞ്ച് ഫെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു കൾട്ട് സിനിമ എന്നുള്ള രീതിയിലാണ് പല സീനുകളിലത് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണപ്പ എന്ന് പറയുന്നത് തീരെ എഫക്റ്റീവ് അല്ലാത്ത ഒരു ഭക്തി സിനിമയാണ്. ഇതുപോലുള്ള ഭക്തി സിനിമയിൽ ഈ സിനിമയുടെ പ്രധാന തീം എന്ന് പറയുന്നത് ഒരു അവിശ്വാസി, ഒരു നിരീശ്വരവാദി വിശ്വാസിയായി മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീമിൽ ഒരു സിനിമ എടുക്കുമ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള വിശ്വാസികൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ കളിയാക്കുന്ന പോലുള്ള ഒരു സിനിമയായിട്ടാണ് കരുതുള്ളൂ. കാരണം വിശ്വാസികളുടെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഈ സിനിമ അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലുള്ളൊരു സിനിമയാണ് കണ്ണപ്പ. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.